ഒരു പടം കൂടെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ഫാസിൽ സാറിൻ്റെ മാനത്തെ വെള്ളിത്തിര ഫിലിമുണ്ട്. ആ സിനിമയെ ശരിക്കും പറഞ്ഞാൽ വളരെ അണ്ടർ റേറ്റഡാണ്. ഗംഭീര ഫിലിമാണ്. അത് എനിക്കൊന്നു ജോൺസൺ മാസ്റ്റർ ഫാസിൽ സാറിന് വേണ്ടിയിട്ട് സോങ്സും സ്കോറും ചെയ്ത ഒരേ ഒരു സിനിമ അത് മാത്രമാണ്. സ്കോർ ചെയ്തിട്ടുള്ളത് മനുഷ്യത്താഴും ഇതുമാണ്. പാട്ടുകൾ ചെയ്തിട്ടുള്ളത് ഇതിനാണ്. പാട്ടുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാട്ടുകളാണ്. ആ ക്യാരക്ടറിനെ ഈ വിനീതിൻ്റെ ക്യാരക്ടറിന് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത് തന്നെ ഒരു പാട്ടിൻ്റെ ട്യൂൺ കാരണമാണ്. അതായത് മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ അതിൽ ഇത് ശരിക്കും മനസ്സിന് മടിയിലെ മാന്തളര എന്ന് പറയുന്ന പാട്ടാണ്. ഇത് പണ്ട് ഈ ക്യാരക്ടറിൻ്റെ അമ്മ പാടിയ പാട്ടാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ക്യാരക്ടറിന് സംഭവിക്കുന്ന ഒരു വിഷയം കാരണം ഈ ഓർമ്മ നഷ്ടപ്പെടും. ഈ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടും. ഈ ട്യൂൺ പിന്നെ കേൾക്കുമ്പോൾ ആ ഓർമ്മയിൽ എവിടെയോ ഒന്ന് തട്ടുന്നുണ്ട്. അത് ആ ട്യൂണിൻ്റെ സൃഷ്ടാവിനെ ഭയങ്കരമായി പ്രണയിക്കുന്നൊരവസ്ഥയിലാവും. പിന്നീടാണ് അവസാനം ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിനാണ് ശരിക്കും നീ കണ്ടെത്താൻ ശ്രമിച്ചത് നിൻ്റെ കാമുകൻ നിൻ്റെ അമ്മയാണ് ഇതിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചത്. ബ്രില്യൻറ്റ് പ്ലോട്ട്. അതിൽ അപ്പോൾ തന്നെ അറിയാമല്ലോ, പാട്ട് വീണ് പോയാൽ പിന്നെ അതിലൊന്നുമില്ല. മനസ്സിൻ മടിയിലെ മാന്തളത്തെ 2 വെർഷനുണ്ട്. ഒന്ന് ഈ അമ്മ പാടുന്നതായിട്ട് എനിക്കൊന്ന് വാണിയമ്മയാണെന്ന് തോന്നുന്നു പാടുന്നത്. അതെനിക്ക് അത്ര ഉറപ്പില്ല. ലാസ്റ്റ് ഇയാളൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നു, ഈ കുട്ടിയെ കൊല്ലും ഞാനും ചാകുമെന്ന് പറഞ്ഞൊരു ഭയങ്കര ഭ്രാന്തമായ സിറ്റുവേഷൻ വയ്ക്കുമ്പോൾ ഈ പാട്ട് കേൾപ്പിക്കും. ഈ പാട്ട് ഈ അമ്മയും കൊണ്ടുവന്നിട്ട് ഈ പുള്ളിക്കാരി പാടുകയാണ്, ശോഭനയുടെ ക്യാരക്ടർ പാടുകയാണത്. അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ വേറൊന്നാണ്. ആ ഇൻസ്ട്രുമെൻറ്റേഷൻ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഒരേ പാട്ടിനെ 2 തരത്തിൽ, ഒരേ മെലഡിയെ 2 തരത്തിലത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ പറയുമ്പോൾ ഒരു സംഭവം പറയണം. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഈ രംഗീല സിനിമയിൽ ഹേ രാമ എന്നൊരു പാട്ടുണ്ട്. ഇത് പന്തുവരാളി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ട്യൂൺ ആദ്യം രാമഗോപാൽ വർമ്മയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കേട്ടിട്ട് ഇതൊരു ഭക്തിഗാനത്തിന് ട്യൂണാണ് തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്നിട്ട് മണിരത്നം സാറിന് അയച്ചു കൊടുത്തു. അദ്ദേഹം കേട്ട് പറഞ്ഞു, എനിക്കും ഇത് കേട്ടിട്ട് അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്, പിന്നെ ഇത് റഹ്മാനല്ലേ ചെയ്യുന്നത്, അയാൾ ചെയ്തോളും എന്ന് പറയാം. അപ്പോൾ റഹ്മാൻ സാറിനോട് സംസാരിച്ചപ്പോൾ റഹ്മാൻ സാർ പിന്നീട് പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ശേഷം ഇദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. സോ ഹി വാസ് വെരി ഹാപ്പി. പുള്ളി ഉദ്ദേശത്തിൻ്റെ മേലെ ആ ഫീൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരു ഡിവോഷണൽ സോങ് ആണ് തോന്നിയത്. അപ്പോൾ റഹ്മാൻ സാർ പറയുന്നുണ്ട്, ഏതൊരു മെലഡിയും നമുക്ക് എന്തുമാക്കി മാറ്റാം. ആ മെലഡി അല്ല, അതിൻ്റെ പുറകിൽ നമ്മളെടുക്കുന്നൊരു എഫേർട്ടുണ്ട്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും എങ്ങനെയാണിത് പാടുന്നത്, ഇതിലെല്ലാത്തിനുമാണ് അതിരിക്കുന്നത്. ഒരു ട്യൂൺ മാത്രമായിട്ട് നമുക്ക് ചിലപ്പോൾ പലതും ആക്കാൻ പറ്റും. ഒരേ ട്യൂണിനെ തന്നെ നമുക്കൊരു ഭക്തിഗാനാക്കാം, റൊമാൻസ് ആക്കാം, അത് എന്തുമാക്കാൻ മാറ്റാൻ പറ്റും. ബട്ട് അതിനെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുള്ളതിനെ അനുസരിച്ചാണ്. ഏറ്റവും ഒരു എക്സാമ്പിളാണ് ഈ മനസ്സിൻ മടിയിലെ ലാസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത്, ക്ലൈമാക്സിലിടുന്ന വെർഷൻ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല, ജോൺസൺ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കാം, ഇനിയും പറയാം. പിന്നെയും പറയാൻ പോകുമ്പോൾ ഒരാൾ മാത്രം, അതൊരു അണ്ടർറേറ്റഡ് സിനിമയാണ്, സത്യൻ സാറിൻ്റെ പിൻഗാമി. പിൻഗാമിയിലെ മ്യൂസിക്കും അതിൻ്റെ സ്കോറും വെണ്ണിലാവോ ചന്ദനമോ എന്ന് പറഞ്ഞ പാട്ടും, പിൻഗാമിയുടെ ക്യാരക്ടറിനെ നമ്മൾ ശ്രദ്ധ മനസ്സിലാവും. അത് ലാലേട്ടൻ പിടിച്ചിരിക്കുന്നൊരു പ്രത്യേക സ്റ്റൈലിലാണ്. ഈ ഒരിക്കൽ പോലും ലാലേട്ടൻ്റെ വോളിയം ഒരു ലെവലിലപ്പുറം അതിനകത്ത് ഓർത്ത് സംസാരിക്കില്ല. അത് എത്രത്തോളം അത് ഹീറോയ്ക്ക് വന്നോ അത്രത്തോളം താഴോട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് പുള്ളി. മ്യൂസിക്കും അങ്ങനെ തന്നെ ആയിരുന്നു പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിനോടൊപ്പമാണ് അതിൽ മ്യൂസിക് സഞ്ചരിക്കുന്നത്. ശരിക്കും സിനിമയെ മനസ്സിലാക്കിയിട്ടാണ്, ഏറ്റവും ഗംഭീരം മനസ്സിലാക്കിയിട്ടാണ് ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്യുന്നത്. ജോൺസൺ മാഷ് ഒരു സിനിമ ഡയറക്ടറായിരുന്നത് ചിലപ്പോൾ ഒരു ഗംഭീര ഡയറക്ടറായിരുന്നു. അത്രയും സിനിമയെ മനസ്സിലാക്കുന്നു, സിനിമയുടെ സെൻസ് മനസ്സിലാക്കുന്നുണ്ട് ജോൺസൺ മാസ്റ്റർ. പിന്നെ ഒരു ഇതുപോലെ തന്നെ ജോൺസൺ മാഷിനോടൊപ്പം വയ്ക്കാവുന്ന ഒരു വലിയ ഇൻസ്പിറേഷനാണ് ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടുകൾ, കമൽ സാറുമായിട്ടുള്ള കോമ്പിനേഷനിലുള്ള പാട്ടുകൾ, ആയുഷ്കാലത്തിലെ, പിന്നെ ഉണ്ണികളൊരു കഥ പറയാം, ഇതിലെ പാട്ടുകൾ എവർ ടൈം ഫേവറേറ്റ്സ് ആണ്. അത് തൂവൽ സ്പർശം,
ദിവസം 2 ടൈം സിഗ്നേച്ചറിൽ ഒരു പാട്ട് തന്നെ ചന്ദനരേണു വണിഞ്ഞൊരു പൂവി അത് കഴിഞ്ഞ മാനത്തെ താഴ്വരയിൽ പെട്ടെന്ന് മാറുകയാണ് അതിലോട്ട്. ആ ട്രാൻസിഷനൊക്കെ നമുക്ക് അറിയത്ത് പോലുമില്ല അതങ്ങനെ ചേഞ്ച് വരുന്നത്. അതൊരു ജീനിയസ് കമ്പോസറിന് മാത്രം പറ്റുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ഷിബു ചക്രവർത്തിയുമായിട്ടുള്ള കോമ്പിനേഷനുള്ള പാട്ടുകൾ ഇപ്പോൾ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേജർ സ്കെയിൽ ഇസ് ഫോർ ഹാപ്പിനെസ് അതിൻ്റെ ഒരു തിരിച്ചടിലാണത്. ഇത് ഭയങ്കര ഒരു സാഡ് സോങ് ആണ്, ബട്ട് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഇൻ മേജർ സ്കെയിൽ. പിന്നെ ഔസബിൻ സാറിനെ പറ്റി എനിക്ക് പറയേണ്ട ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ വർക്ക് ചെയ്ത സ്ഥാനാർത്ഥി ശ്രീക്കൂട്ടം എന്ന സിനിമയിൽ എനിക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുണ്ട്. അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള ചെറിയൊരു ഹമ്മിങ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സീനായിരുന്നു. അങ്ങനെ ഞാനത് സാറിനെ കൊണ്ട് പാടിക്കാൻ ചോദിച്ചു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം പാടിത്തന്നു. ആ സീൻ വേറെ ലെവലെത്തി. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടെ വരുന്നതുകൊണ്ട് വളരെ ഭയങ്കര ഹ്യൂമെയിനാണ് സാറ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ആ മ്യൂസിക് ഇത്രയും സ്വീറ്റാണല്ലോ മ്യൂസിക്കിൻ്റെ സാധനങ്ങൾ. പിന്നെ ഫാസിൽ സാറുമായിട്ട് ചെയ്ത സിനിമകളിലെ സമയബോധപൂർവ്വ സായാഹ്നം വെച്ച് ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ, പൂജാബിംബം ഗംഭീര കോമ്പോസിഷനാണ്. ഒരു വേനൽ പുഴയിൽ തെളിനീരും അതിൻ്റെയൊക്കെ. പിന്നെ ഔസബിൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമേഴ്സും ഇന്ന് അറിയപ്പെടുന്ന കമ്പോസേഴ്സാണ്. റഹ്മാൻ സാർ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഉള്ളടക്കത്തിലൊക്കെ റഹ്മാൻ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാരിസ് ജയരാജ്, ഗോപിചേട്ടൻ, ഗോവിന്ദ് വസന്ത, ഇവരെല്ലാവരും ഔസബിൻ സാറോട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു ലീനേജ് കൂടെ ഔസബിൻ സാറിനുണ്ട്. സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഉദയനാണ് താരത്തിലുള്ള സ്കോറാണ്. ഞാൻ ഉദയനാണ് താരം കാണുന്നത് എൻ്റെ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും പോയിരുന്ന് കാണുകയാണ് സിനിമ. അന്ന് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കയറി കഴിഞ്ഞ് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനുണ്ട്. പല സ്കോറാണ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ തോന്നിയ ഒരു എഫക്റ്റിൽ ഭയങ്കരമായിട്ട് അന്ന് ആഘോഷത്തിൻ്റെ സംഭവമാണ്. അപ്പോൾ ഈ നമ്മൾ വർണ്ണക്കടലാസ് അറിയത്തില്ലേ, അതൊന്നും കയ്യിലില്ല. ഹോൾ ടിക്കറ്റ് വലിച്ചു കീറിയിട്ട് അതിനെങ്ങനെ ഇറങ്ങും. അന്ന് ആ പരീക്ഷ എല്ലാം ക്യാൻസലായി പോയാൽ തീർന്നു. ഹോൾ ടിക്കറ്റ് ഇല്ല അതിൻ്റെ റീ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി, അത് കീറി എറിഞ്ഞു. കാരണം ആ മ്യൂസിക്കിൻ്റെ ഇമ്പാക്റ്റ് അതായിരുന്നു. സിനിമയാണല്ലോ, സിനിമയുടെ ആ പടത്തിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ സ നീ നീ മ സ്വരമാണ് സ നീമ. പക്ഷെ അതിനകത്ത് സിനിമ സാധനം കൊണ്ടുവന്നു പറയാം. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ സോങ്സും വേറൊരു മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ട് പേരാണ് ചെയ്തതെന്ന് തോന്നാൻ പാടില്ല. സിനിമ ബ്ലെൻഡ് ഉണ്ടാവണം. അതിൽ ദീപക്കേട്ടനാണ് സോങ്സ് ഇരിക്കുന്നത്, സാറാണ് സ്കോർ ഇരിക്കുന്നത്. നമുക്ക് തോന്നത്തില്ല. സോങ്സിൻ്റെ ക്വാളിറ്റി എന്താണോ, സൗണ്ടിങ് ക്വാളിറ്റി എന്താണോ, അത് തന്നെ ആ സിനിമയിൽ സ്കോറിൽ സാറ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതൊരു അതും അതൊരു ഭയങ്കര കഴിവാണ് ശരിക്കും പറഞ്ഞാൽ. അത് സോങ്സും സ്കോറും കൂടി ഒരാൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ വരുമ്പോഴാണ് അതിന് ഒരാൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ആ പാട്ട് എന്താണ്, ആ പാട്ട് ഇവിടെ വരുന്നതാണ്. ആ പാട്ടിന് മുൻപേ ആ പാട്ടിലോട്ട് കടക്കാനുള്ളൊരു സാധനം ഇട്ട് കൊടുക്കും. സോ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ആ പാട്ട് ആ സിനിമയിൽ നിന്ന് വേറിട്ട് നിൽക്കില്ല. കൃത്യമായിട്ട് അത് ഏറ്റവും ഗംഭീരമായി ചെയ്യുന്ന ആളാണ് റഹ്മാൻ സാറ്. റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ട് വരാൻ പോകുന്നു, നമ്മൾ ആ നേരത്തെ ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ ആ പാട്ട് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുൻപ് തന്നെ അതിങ്ങനെ ഇട്ട് വരും. ഇപ്പോൾ മുതൽവനിലെ അഴകാന രാക്ഷസിയെ വരുന്നതിനും കുറച്ച് മുൻപ് തന്നെ അതിങ്ങനെ ഇട്ട് വരും പുള്ളി. എന്നാൽ ഈ പാട്ട് കഴിഞ്ഞിട്ട് മിക്കവാറും ഈ സ്കോർ യൂസ് ചെയ്യില്ല, പിന്നെ അടുത്തോട്ട് പോകും. അങ്ങനെയാണ് സാറ് ചെയ്യുന്നത്. ഈ ഈ രീതി ഉദയനാണ് തരത്തിൽ ഗംഭീരമായിട്ടുണ്ട്. പാട്ടിൻ്റെ സ്കോറിലത് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പാട്ടിൻ്റെ സ്കെയിൽ എന്താണോ, അതിൻ്റെ ടൊണാലിറ്റി എന്താണോ, അതിനെ മാച്ചപ്പ് ചെയ്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഒരു ജീനിയസിന് മാത്രമേ മ്യൂസിക് അത്രമാത്രം അറിയുന്ന, എന്നാൽ അതുപോലെ തന്നെ സിനിമയും അറിയുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി വയലിനിസ്റ്റാണ് സാറിൻ്റെ മെലഡീസ് എല്ലാം വയലിനിൽ വായിക്കാൻ ഗംഭീരമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മളിപ്പോൾ തന്നെ കാതോട് പിന്നെയും ചർച്ചാ വിഷയമാവുന്നത് നീയൻ സർഗ സൗന്ദര്യമേ. ഇതിന് 2 മ്യൂസിക്കുണ്ട്. നീയൻ സർഗ സൗന്ദര്യമേ എന്ന് പറഞ്ഞ പക്ക ഒരു കാത്തലിക്
ഒരു മ്യൂസിക്കിൽ ചെയ്തിട്ട് പിന്നീട് ആ ക്യാരക്ടർ പറയും, ഇതൊന്ന് മാറ്റിക്കോ, എനിക്കെപ്പോഴും ഇതേ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എൻ സർഗ സൗന്ദര്യമേ എന്ന പാട്ട് ഈ ഇടയ്ക്ക് ധീരധീരസൂരൻ്റെ ഇൻ്റർവ്യൂവിൽ വിക്രം ഈ പാട്ട് പാടി. സാധനം ഇതൊന്നും ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല ഈ പാട്ടൊന്നും. ഇനിയും ആൾക്കാർ പാടിക്കൊണ്ടിരിക്കും ഈ പാട്ടൊക്കെ. ആ, അങ്ങനത്തെ അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജോൺസ് അത് ഔസേപ്പച്ചൻ സാറിനെ പോലെ ഒരു ജീനിയസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ എത്ര കാലത്ത് തുടങ്ങിയാണ്, ഇന്നും അദ്ദേഹം വളരെ റിനൗൺഡ് മ്യൂസിക് കമ്പോസറാണ് ഇപ്പോൾ. അത് ഔസേപ്പച്ചൻ സാറിൻ്റെ വേറൊരു പ്രത്യേകത അപ്ഗ്രേഡിംഗ് ആണ്. ഇപ്പോൾ ഉണ്ണിയുടെ കഥ പറയാൻ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ ജേണി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചേഞ്ച് നമുക്കറിയാൻ പറ്റും. ഒരു രാജമല്ലിയൊക്കെ ഇപ്പോഴെടുത്ത് ഒരു സിനിമയിൽ അതുപോലെ ഇടാം, ഒരു റീമാസ്റ്ററിങ്ങും വേണ്ട, അത്ര ക്വാളിറ്റി, സൗണ്ടിങ് ക്വാളിറ്റിയാണ് ആ പാട്ടുകൾ. രാജു എന്ന് പറയുന്ന പഴയ ഒരു മ്യൂസീഷ്യനുണ്ട്, അദ്ദേഹമാണ് എൻ്റെ പ്രോഗ്രാമിങ് ചെയ്തിരിക്കുന്നത്. അത് ഗോപിച്ചേട്ടനാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഗോപിച്ചേട്ടനാണ് വിചാരിച്ചിരുന്നത്. പിന്നെ മുല്ലവള്ളിയും തെന്മാവിലെ പാട്ടുകൾ ഓക്കെ, ഭയങ്കര ഭയങ്കര വൈബാണ് ആ പാട്ടുകൾക്കെല്ലാം. ഔസേപ്പച്ചൻ സാറിൻ്റെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇത്രയും യങ് വൈബിൽ അദ്ദേഹം മ്യൂസിക് ചെയ്യുന്നുള്ളത്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ഇങ്ങനെ പോലൊരു കമ്പോസറിന്. സോ ഔസേപ്പച്ചൻ സാർ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻസ്. നെക്സ്റ്റ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ഒന്നാണ് സലിൽ ചൗധരി, സലിൽദായുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ നമ്മൾ ജെറുസാറിനെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ആർ.ഡി. ബർമൻ്റെ പറഞ്ഞ പോലെ തന്നെ, ഒരുപാട് നമ്മൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത മ്യൂസിക്കൽ ജോണേഴ്സ്, മ്യൂസിക്കൽ സ്റ്റൈൽസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പാട്ടുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓണപ്പൂവേ ആ പാട്ടിലും അതിൻ്റെ ഇൻട്രോയിൽ കേൾക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത് അതിൻ്റെ ആണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. ഏതോ ഒരു മലയാളം ഫിലിമിന് വേണ്ടി ചെയ്ത പാട്ടിൻ്റെ ഇൻട്രോയും മ്യൂസിക് എന്ന് പറയുന്നത് ഏതോ ഒരു കണ്ടിട്ട് നാഷണൽ ആൻഡം അന്ന് ഇൻസ്പയർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് അല്ലെങ്കിൽ ഒരുപാട് വേറെ മ്യൂസിക് സ്റ്റൈലുകളെ ഇൻകോർപ്പറേറ്റ് ചെയ്യും സലിൽദ. പിന്നെ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിലൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അൺബീറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സലിൽദയുടെ ഒരു കഥയുണ്ട്. സലിൽ ചൗധരി മ്യൂസിക് എന്നൊരു പടത്തിന് ഒരു ലിറിക് റൈറ്ററിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു വയലാറോ ആരോ എഴുതണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറഞ്ഞിട്ട് അന്ന് വളരെ ചെറുപ്പം അല്ലെങ്കിൽ വളരെ ബിഗിനറായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറാണ് വരുന്നത്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ചെക്കനാണ് എഴുതാൻ പോകുന്നത് എന്ന് പറയുന്നൊരു മൂഡായിരുന്നു സലിൽദയ്ക്ക്. അപ്പോൾ ഇവൻ എഴുതുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ അന്നവരുള്ള പാട്ടുകളിൽ അപ്പോഴുള്ള പാട്ടുകൾക്ക് പല്ലവിയൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു 4 വരിയെ പല്ലവി ഉണ്ടാവുള്ളൂ. 6 8 വരെയുള്ളൊരു പല്ലവി കൊടുത്തു. പല്ലവി അത് ഇദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ എഴുതുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധനം കൊടുക്കുമായിരിക്കും. പക്ഷെ അതിൽ പോലും സലിൽദയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ മ്യൂസിക്കാലിറ്റി ഉണ്ട്. ആ പാട്ടാണ് മലർക്കൊടി പോലെ. മലർക്കൊടി പോലെ പാട്ട് തുടങ്ങി അതിൻ്റെ അനുപല്ലവി തന്നെ ഒരു മിനിറ്റ് ഉണ്ട്. അത് ഗംഭീരമായി തമ്പി സാർ എഴുതി കൊടുക്കുകയും ചെയ്തു. പിന്നീട് അതൊരു വലിയ ഒരു കോംബോയായി അവർ തമ്മിൽ. മലർക്കൊടി പോലെ കേൾക്കുമ്പോൾ ഞാൻ അടച്ചിട്ടുണ്ട്, വെറുതെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തൊരു സാധനമാണ് ഇത്, എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് എന്നുള്ളത്. പിന്നെ മദനോത്സവത്തിലെ പാട്ടുകൾ, സാഗരമേ ശാന്തമാകനീ, അതിലെ അവസാനം അത് യമൻ കല്യാണ രാഗത്തിൽ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഒരൊറ്റ വരി മാത്രം വേറൊരു രാഗത്തിലോട്ട് പോകും, പന്തൂരണിലേക്ക് പോകും. 100 ചൈത്ര സന്ധ്യാരാഗം പൂത്തൂകാവു നിന്നാത്മാവിൽ, ഇനി ഒറ്റ വരിയുള്ളൂ, പൂത്തൂകാവു നിന്നാത്മാവിൽ. പിന്നെ തിരിച്ചു ചൈത്രദിനവധു പോകയായി എന്ന് പറയുന്നത്, അത് രാഗത്തിനെ കുറിച്ചൊക്കെ അത്രയും ജ്ഞാനമുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാറിൻ്റെ മാനസമേനെ വരൂ, അയ്യോ ഒരു വല്ലാത്തൊരു കോമ്പോസിഷനാണ് അത് മന്നാടെ കൊണ്ട് പാടിക്കൂടെ ചെയ്തപ്പോൾ അതിൻ്റെ വേറെ റേഞ്ചായി സാധനം. അത് ഹരിയേട്ടൻ, BK ഹരിനാരായണൻ ചേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വയലാർ ശരത് വർമ്മയുടെ വീട്ടിൽ പോയപ്പോൾ
വയലാറിൻ്റെ ഒരു ഡയറി, ഒരു വർക്ക് ബുക്കോ അങ്ങനെ പറയാവുന്നൊരു സാധനം, അത് വായിക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടി. അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, നാളെ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതാൻ പോകണം. സലിൽ ചൗധരി എന്ന് പറയുന്ന കമ്പോസറാണ്, സംഗീത സംവിധാനമാണ്. അപ്പോൾ അദ്ദേഹം വരികൾക്കല്ല ഈണമിടുക, ഈണം കൊടുത്തിട്ട് വരിയിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതി വെക്കുന്നത് സാറേ, അങ്ങനെ ചെയ്താൽ പാട്ടുണ്ടാവും, അതിൽ കവിത ഉണ്ടാകുമോ എന്നൊരു ചിന്ത അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയി എഴുതിയ പാട്ടാണ് മാനസമേന വരും. അത് സു- താരരരാരര മാനസമൈനേ വരൂ. അർത്ഥമുണ്ടോ? അതിൽ അർത്ഥമുണ്ട്, പാട്ടുമുണ്ട്, കവിതയുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. സോ മ്യൂസിക് പിന്നെ ചെയ്യുന്നതൊരു ഒരു കൽക്കട്ടക്കാരനായിട്ടുള്ള ബംഗാളി ഒരു സംഗീത സംവിധാനം മ്യൂസിക്കാണ്. ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. ആ, യമുനേ നീ ഒഴുകൂ, അതിൻ്റെ പല്ലവിയും അനുപല്ലവിയും രണ്ടായിട്ട് കേട്ടാൽ അത് രണ്ട് പാട്ടാണെന്ന് തോന്നുള്ളൂ. അനുപല്ലവി വേറെ എങ്ങോട്ട് പോവാണ്, അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല പല്ലവിക്ക്. പക്ഷേ സോ വേഴ്സറ്റൽ ജീനിയസ്, എന്ത് തരം മ്യൂസിക്കും ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, അതും ഹംസധ്വനി എന്ന രാഗത്തിലാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് വന്ന് മാത്രം ഒരു സ്ഥലത്ത് മാത്രം രാഗം മാറി വരും. അശ്രുകണങ്ങൾ അലറിടുമ്പോൾ നീ ദേവിയ പരനൗകയായി, അവിടെ മാത്രം യമൻ കല്യാണി ടച്ച് ചെയ്തങ്ങ് പോകും. സോ ഇങ്ങനെ ഇത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് സലിലിനെ പറ്റി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ് കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. സോ അവിടെയൊക്കെ നമുക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല വേറൊരു ലാംഗ്വേജിലുള്ളൊരു കമ്പോസറാണ് വന്ന് ചെയ്തത്. എന്നാലോ മ്യൂസിക്കിൽ നമ്മൾ അതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു 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 മൂവ്മെൻ്റാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. ഇപ്പോൾ ട്യൂൺ വെറുതെ പാടുകയാണെങ്കിൽ ഫ്രേസിംഗ് ഒക്കെ വരുന്നത് വേറെന്തൊക്കെയോ പോലെയാണ്, നമ്മൾ ചിന്തിക്കത്തില്ല അങ്ങനെയൊക്കെ വരുന്നെന്ന് പറയുന്നത്. എനിക്കിതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫ്രേസിംഗ് തോന്നിയിട്ടുള്ളൊരു പാട്ടാണ് ആരാധികയുടെ അനുപല്ലവി എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫറെൻറ്റ് കോമ്പോസിഷനാണ്. അതുപോലെ ഇപ്പോൾ ഇങ്ങനെ വരുന്നൊരു മ്യൂസിക്കിൽ ഓൾറെഡി അതിന് റൊമാൻസ് ഉണ്ട്. ആ മ്യൂസിക്കിൽ തന്നെ റൊമാൻസ് ഉണ്ട്. അതിൻ്റെ അതിൻ്റെ സത്ത കണ്ടെത്തുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമായിരുന്നു ONV ലിറിസിസ്റ്റിന് അവിടെ കണ്ടെത്താനുള്ളത്. ഗംഭീരമായി അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. സോ അങ്ങനെ നമ്മൾ ഇന്നും പാടി കിടക്കുന്ന ആ ഒരു പാട്ടുണ്ടായി. സലിൽദായെ പോലെ വേറെ ലാംഗ്വേജിലുള്ള കമ്പോസേഴ്സ് മലയാളത്തിൽ വന്ന് ഗംഭീരമായ കോമ്പോസിഷൻ ഉണ്ടായിട്ടുണ്ട്. അതും എസ്പെഷ്യലി ഹിന്ദി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രയാസം. ഹിന്ദിയുടെ ലാംഗ്വേജിൻ്റെ ഒരു മീറ്ററേ അല്ല മലയാളത്തിനുള്ളത്. പക്ഷേ അവർ വന്നിട്ട് കമ്പോസ് ചെയ്തിട്ട് പോയപ്പോൾ നമുക്ക് തോന്നിയിട്ടേ ഇല്ല